മൂവാറ്റുപുഴ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തൊടുപുഴയാറിന്റെ തീരത്തായി ആശ്രമം കുന്നിന്റെ താഴ്വരയിൽ നിലകൊള്ളുന്ന അതിപുരാതനമായ ശാസ്താക്ഷേത്രമാണ് കിഴക്കേക്കര ശ്രീ ധർമ്മശാസ്താക്ഷേത്രം. അഷ്ടാദശം മഹാസാരം. പടിഞ്ഞാട്ട് ദർശനമായിട്ടുള്ള അപൂർവം ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നാണ് കിഴക്കേക്കര ശ്രീ ധർമ്മശാസ്താക്ഷേത്രം. മരത്തുശ്ശേരി മന, തെങ്കോടത്ത് മന എന്നീ ഭൂപ്രഭുക്കളായിരുന്ന ബ്രാഹ്മണരുടെ 950 ഏക്കർ ഭൂവിഭാഗത്തിൽ ഈ ക്ഷേത്രം കൂടി ഉൾപ്പെട്ടിരുന്നതായി അനുമാനിക്കാവുന്നതാണ്. 3 ആറുകളുടെ സംഗമസ്ഥലിയായിരുന്ന ഇവിടം മൂവാറ്റുപുഴ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. തൊടുപുഴയാറ്, കോതമംഗലം ആറെന്ന കോതയാറ്, കാളിയാർ എന്നീ 3 പുണ്യനദികളുടെ സംഗമ സ്ഥാനത്തിന് ത്രിവേണി സംഗമം എന്ന സങ്കല്പമായി ഇവർ കരുതി പോരുന്നു. ഈ സങ്കല്പത്തിന് പൗരാണിക കൽപ്പനകളുണ്ട്. ത്രിവേണി സംഗമസ്ഥാനത്ത് നിന്നും ഏകദേശം 300 മീറ്റർ മുകളിലാണ് കിഴക്കേക്കര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം നിലകൊള്ളുന്നത്. കിഴക്കേക്കര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്ര സന്നിധിയിലെ വളരെ വിശേഷപ്പെട്ട ഉപദേവ ക്ഷേത്രമാണ് നവഗ്രഹങ്ങളുടേത്. ക്ഷേത്രത്തിനു മുൻപിൽ വടക്കുമാറിയാണ് നവഗ്രഹ പ്രതിഷ്ഠയുള്ളത്. പ്രശ്നവിധി അനുസരിച്ച് പ്രധാന പ്രതിഷ്ഠയായ ശാസ്താവിന്റെ ഹിതപ്രകാരമാണ് നവഗ്രഹ ക്ഷേത്രം പണികഴിപ്പിച്ചിട്ടുള്ളത്. വൃത്താകൃതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വളരെ അപൂർവം നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഗ്രഹദോഷ നിവൃത്തിക്കായി ധാരാളം ഭക്തജനങ്ങൾ വഴിപാടുകൾ അർപ്പിക്കാനായി ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാറുണ്ട്. നവധാന്യങ്ങൾ കൊണ്ടുള്ള പറവയ്പ്പാണ് ഇവിടത്തെ പ്രധാന വഴിപാട്. ആദ്യത്തിന് നെല്ല്, ചന്ദ്രന് ഗോതമ്പ്, ചൊവ്വയ്ക്ക് റാഗി, ബുധന് ഉഴുന്ന്, വ്യാഴത്തിന് കടല, ശുക്രന് ചെറുപയർ, രാഹുവിന് വൻപയർ, ശനിക്ക് എള്ള്, കേതുവിന് മുതിര എന്നിങ്ങനെയാണ് 9 ഗ്രഹങ്ങൾക്ക് സങ്കല്പിച്ചിട്ടുള്ള ധാന്യങ്ങൾ. ഈ ക്ഷേത്രം ദേശദേവതകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ പുഴക്കരക്കാവ് ദേവീക്ഷേത്രം, നരസിംഹസ്വാമി ക്ഷേത്രം, മൂവാറ്റുപുഴക്കാവ് എന്നീ ക്ഷേത്രങ്ങളിൽ പ്രധാന ഉത്സവമായ മകരവിളക്കിന് മുമ്പ് വഴിപാടുകൾ നടത്തുന്ന പതിവുമുണ്ട്. 4 അമ്പലത്തിനുള്ളിൽ ശിവൻ, ഗണപതി, മാളികപ്പുറം എന്നീ ഉപദേവതകൾക്ക് സ്ഥാനങ്ങളുണ്ട്. ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്ത് മുകളിലായി ഭദ്രാദേവി, വനദുർഗ എന്നീ ദേവതകൾക്ക് പ്രത്യേക ശ്രീകോവിലുകളുമുണ്ട്. സർപ്പത്തിനും പരിവാരങ്ങൾക്കും ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് ആരൂഢമുണ്ട്. എല്ലാ വർഷവും 3 ദിവസം മകരവിളക്ക് ഉത്സവമായും മകരവിളക്ക് കഴിഞ്ഞ് 5-ാം ദിവസം ഭദ്രകാളി നടയിൽ വലിയ ഗുരുതി നടത്തി ഒരാഴ്ചത്തേക്ക് നട അടച്ചിരുന്ന പതിവുമുണ്ട്. കൂടാതെ എല്ലാ വർഷവും കുംഭമാസത്തിലെ അശ്വതി നാളിൽ താലപ്പൊലി മഹോത്സവവും നടത്തിവരുന്നു. ഭാരതീയ തത്വദർശനത്തിന് 18-ന് ഒരു പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. 18-ാം പടിയെ സത്യമായ പൊന്നും 18-ാം പടി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. സ്വാമി അയ്യപ്പന്റെ വിഗ്രഹത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ് 18 പടികളും. ശരിയായ രീതിയിൽ വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടും അഭിഷേകത്തിനുള്ള നെയ്മുദ്രയുമായി വരുന്നവർ മാത്രമേ സ്വാമിയുടെ പൊന്ന് 18-ാം പടി കയറുവാൻ പാടുള്ളൂ എന്നാണ് വിശ്വാസം. കിഴക്കേക്കര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഈ 18 പടികളും ആത്മീയമായ നിരവധി തത്വദർശനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഈ 18 പടികളും താണ്ടിയെത്തുന്ന ഭക്തന് ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും കടന്നെത്തി ഭഗവത് ദർശനം ഇവിടെയും സാധ്യമാകുന്നു. രോഗശാന്തിക്കും സന്താന സൗഭാഗ്യത്തിനും അഭീഷ്ടകാര്യ സിദ്ധിക്കും തുടങ്ങി ഭൗതിക ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം സാധ്യതമാക്കുന്ന ഭഗവാനാണത്രേ കിഴക്കേക്കര ശ്രീ ധർമ്മശാസ്താവ്.
ഭഗവാന്റെ തിരുനാളായ ഉത്രം നക്ഷത്രത്തിൽ 10 വർഷമായി ഭക്തരുടെ വക വഴിപാടായി അന്നദാനം നടത്തിവരുന്ന പതിവുമുണ്ട്. എല്ലാ വർഷവും ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി തുടങ്ങിയ 3 ദിവസം പ്രത്യേക പൂജകൾ നടത്താറുണ്ട്. ക്ഷേത്രോത്സവം ജനുവരി 14 തുടങ്ങി 3 ദിവസമാണ് നടത്തപ്പെടുന്നത്. മകരവിളക്കിന്റെ അന്ന് രാത്രി 12 മണിക്ക് പടയണിയോടെ ഉത്സവം സമാപിക്കുന്നു. കുംഭമാസത്തിലെ പുണർദം നക്ഷത്രം പ്രതിഷ്ഠാ ദിനമായി ആചരിച്ചു പോരുന്നു. അന്നേ ദിവസം തന്ത്രിയുടെ നേതൃത്വത്തിൽ കലശവും പ്രത്യേക പൂജകളും നടത്തുന്നു. കൂടാതെ കുംഭമാസത്തിലെ അശ്വതി നാളിൽ ദേവിയുടെ നടയിൽ താലപ്പൊലി നടത്തുന്ന പതിവുമുണ്ട്. കലിയുഗ വരദനും ആപൽ ബാന്ധവനുമായ കിഴക്കേക്കര ശ്രീ ധർമ്മശാസ്താവിന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവിടെ പൂർണ്ണമാകുന്നു. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി